ഹായ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് നിഖില. ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് വിഷു സ്പെഷ്യലായ വിഷു അട, ഇലയട അത് ഉണ്ടാക്കുന്നത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല തിന്നായിട്ടുള്ള ഇലയട എങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ. അതിനായി ഞാൻ ഒരു ഗ്ലാസ് അരിപ്പൊടി എടുത്തിട്ടുണ്ട്. നൈസായിട്ടുള്ള പൊടിയാണ് എടുത്തിരിക്കുന്നത്. ഒരു ഗ്ലാസ് അരിയാണ് എടുത്തിരിക്കുന്നത്. ഒരു ഗ്ലാസ് അരി എടുത്തത് കൊണ്ട് തന്നെ ഞാൻ 1.25 ഗ്ലാസ് വെള്ളം തിളപ്പിച്ച് എടുത്തിട്ടുണ്ട്. ഉപ്പിട്ട് തിളപ്പിച്ചതാണ്. അത് കുറേശ്ശെ ഒഴിച്ചിട്ട് നമുക്ക് കുഴച്ച് കൊടുക്കാം. അരിപ്പൊടി കുറേശ്ശെയായിട്ട് ഒഴിച്ചിട്ട് നമുക്ക് കുഴച്ച് കൊടുക്കാം. ചൂട് തണിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കൈ കൊണ്ടൊന്ന് കുഴക്കാം കേട്ടോ. ഉപ്പ് ചേർത്ത വെള്ളമാണ്, തിളച്ച വെള്ളം. ചൂട് തണിഞ്ഞപ്പോൾ ഞാൻ കൈകൊണ്ട് കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ. വെള്ളം ഒഴിച്ചിട്ട് ഞാനൊരു 5 മിനിറ്റ് സമയം ഒന്ന് സ്പൂൺ കൊണ്ട് കുഴച്ചിട്ടൊന്ന് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ തണിഞ്ഞപ്പോൾ കൈ കൊണ്ട് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഒട്ടിപ്പിടിച്ചു പോകുന്ന ഒരു പരുവ് ഉണ്ടെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണ ചേർത്തിട്ട് കുഴച്ച് കൊടുക്കുക കേട്ടോ. ഇതുപോലെ നന്നായിട്ട് കുഴച്ചെടുക്കാം. കണ്ടോ, ഇതാ ഈ ഒരു പരുവം കണ്ടോ, ഇതുപോലെ വേണം കുഴച്ചെടുക്കാൻ. ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതങ്ങോട്ടേക്ക് മാറ്റി വയ്ക്കാം. അടുത്തതായിട്ട് ചെയ്യേണ്ടത് ഇലയടക്ക് വേണ്ട ഫില്ലിംഗ് തയ്യാറാക്കണം. അതിനായി ഞാൻ ഇതുപോലൊരു നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് വരാം. ഇതുപോലെ ചെറുതായിട്ട് ഞാൻ പഴം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലൊരു പാൻ ചൂടാക്കാൻ വയ്ക്കാം. അതിലേക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് തന്നെ ഒഴിച്ചു കൊടുക്കണം കേട്ടോ, വെളിച്ചെണ്ണ വേണ്ട. നെയ്യാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവുക. നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ചൂടായതിന് ശേഷം കട്ട് ചെയ്ത നേന്ത്രപ്പഴം ചേർത്ത് കൊടുക്കാം. നമുക്കിത് നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം. നെയ്യിൽ കിടന്നിട്ട് നമ്മുടെ പഴം നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് അടുപ്പിൽ നിന്ന് വാങ്ങി വയ്ക്കാം. അടുത്തതായിട്ട് ചെയ്യേണ്ടത് ഇതുപോലൊരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒറ്റ അച്ച് ഇതുപോലൊരു ശർക്കര ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് മെൽറ്റ് ചെയ്തെടുക്കണം. ശർക്കര പാനി ഉണ്ടാക്കണം. അതിലേക്ക് 1/4 ഗ്ലാസ് വെള്ളം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയും മതി. ഇനി അതൊന്ന് മെൽറ്റായി വരട്ടെ. ഞാൻ കുറഞ്ഞ അളവിലെ ഇലയട ഉണ്ടാക്കുന്നുള്ളൂ. പിന്നെ അത്രയ്ക്ക് നല്ല മധുരവും വേണ്ടാന്ന് വെച്ചിട്ടാണ്. മധുരം കുറയുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ്. നല്ല മധുരം വേണ്ട, അപ്പോൾ നമുക്ക് പെട്ടെന്ന് മടുത്തു പോവും. ഒരു മീഡിയം ഇതിൽ മധുരം മതി. അതാണ് ഞാൻ ശർക്കര എടുത്തത്. പിന്നെ പഞ്ചസാര വെച്ചിട്ടും ഇലയട തയ്യാറാക്കും. കുറച്ച് ഹെൽത്തി ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് ശർക്കര വെച്ചിട്ട് ചെയ്യുമ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ. നമുക്കിത് മെൽറ്റായി വരട്ടെ. നമ്മുടെ ശർക്കര പാനി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ ഒത്തിരി അഴുക്കൊക്കെ ഉണ്ടാകുമല്ലോ, നമുക്കിതൊന്ന് അരിച്ചെടുത്തിട്ട് മാറ്റി വയ്ക്കാം. ശർക്കര പാനി അരിച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് തണുക്കാനായി മാറ്റി വെച്ച പഴം അടുപ്പത്തേക്ക് വയ്ക്കാം. ഇതേ പാനിലേക്ക് തേങ്ങ ചിരകിയിട്ട് കൊടുക്കാം. ഞാൻ ഈ ഒരു ചെറിയ കപ്പ് തേങ്ങയാണ് എടുത്തിരിക്കുന്നത്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. തീ കത്തിച്ചതിന് ശേഷം ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ അരിച്ച് വെച്ചിരിക്കുന്ന ശർക്കര പാനിയും കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കുക. ഇതിലേക്ക് ചെറിയ ജീരകവും ഏലക്കായുടെ കുരുവും കൂടെ പൊടിച്ചത് ചേർത്ത് കൊടുക്കുക. നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുക്കാം. ചെറിയ ജീരകമാണ്, ഏലക്കായ. നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് ഏലക്കായുടെ. നെയ്യിലൊക്കെ ഇങ്ങനെ മൂത്ത് വരുമ്പോൾ പഴമൊക്കെ
ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് മധുരം നോക്കിയിട്ട് നമുക്ക് ശർക്കരപ്പാനി ചേർത്ത് കൊടുക്കണം. ഒഴിച്ചു കൊടുക്കാം. ഇതാണ് നമ്മുടെ ഇലയടയുടെ ഫില്ലിങ്. ഇതിന് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പൊടിക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒരു പൊടിക്കാണ് മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കാം. നമ്മുടെ ഇലയടയുടെ ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇത്രേ വേണ്ടുള്ളൂ കേട്ടോ. ഇത്ര വാടിയാൽ മതി. നന്നായിട്ട് നമ്മുടെ തേങ്ങയൊന്നും നന്നായിട്ടൊന്ന് വാടുമൊന്നും വേണ്ട. ഇതുപോലെ മതി. ഫില്ലിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. തീ ഓഫ് ചെയ്തിട്ട് ഇതിവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കുഴച്ച് വെച്ചിരിക്കുന്ന ഈ മാവ് ഒന്ന് ഉരുട്ടിയെടുത്തിട്ട് നമുക്ക് ഇലയട തയ്യാറാക്കാം. ഞാൻ ഇതുപോലൊരു ഇല എടുത്തിട്ടുണ്ട്. നല്ല വൃത്തിയാക്കി എടുത്ത ഇലയാണ്. ഇനി ഇതിലേക്ക് ഈ ഒരു വലുപ്പത്തിൽ ഉരുട്ടിയെടുക്കാം. കൈ ഒന്ന് അല്പം നനച്ചു കൊടുക്കണം കേട്ടോ. കൈ ഒന്ന് നനച്ചു കൊടുക്കാം. നമുക്കൊന്ന് പരത്തിയെടുക്കണം. നന്നായിട്ടൊന്ന് പരത്തിയെടുക്കുക ഇലയിലേക്ക്. കൈ ഇടയ്ക്കൊന്ന് നനച്ചു കൊടുത്താൽ മതി. വളരെ തിന്നായിട്ട് ഇങ്ങനെ പരത്തിയെടുക്കണം. പിന്നെ ചെയ്യേണ്ടത് ഇങ്ങനെ നമുക്കിങ്ങനെ വരണ്ടി ഇങ്ങനെ എടുക്കണം. അപ്പോൾ നമുക്ക് ഈ അടിയിലെ വാഴയിലയുടെ ആ ഒരു വരയില്ല, അതൊക്കെ കാണും. ആ ഒരു രീതിയിൽ ഇങ്ങനെ വരണ്ടി എടുത്തിട്ട് വളരെ തിന്നാക്കി എടുക്കണം. അതാണ് നല്ല ടേസ്റ്റി ആയിട്ടുള്ള വായിലിട്ട് അലിഞ്ഞു പോകുന്ന പോലെയുള്ള അട നമുക്ക് കിട്ടും. ഇങ്ങനെ മാവ് ഇങ്ങനെ വരഞ്ഞെടുക്കണം. വളരെ തിന്നായിട്ട് കേട്ടോ. അതാണ് ഇലയടയുടെ ഒരു ടേസ്റ്റ്. ഞാനിവിടെ പരത്തിയെടുത്തിട്ടുണ്ട് വളരെ തിന്നായിട്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങയും പഴവും ശർക്കരയും ഒക്കെ ചേർത്തിട്ടുള്ള ഫില്ലിങ് ചേർത്ത് കൊടുക്കാം. വളരെ കുറച്ച് ഫില്ലിങ് മാത്രമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. കുറേയൊന്നും വേണ്ട കേട്ടോ. ഇതിങ്ങനെ പരത്തി കൊടുക്കുക ഒരു സൈഡ്. നമ്മുടെ വിഷു അട ഇങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കേണ്ടത്. ഫില്ലിങ് ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതിന് ഈ സൈഡ് ഇങ്ങനെ മടക്കി കൊടുക്കണം. ഇങ്ങനെ മടക്കി വെക്കും. ഇതാ ഇങ്ങനെ ഞാൻ അട ഇങ്ങനെ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതുപോലെ നമുക്ക് ഈ കൂട്ട് എല്ലാം ഒന്ന് ആക്കിയെടുക്കാം. ഇലയിലേക്ക് പരത്തിയെടുത്ത് ഫില്ലിങ് ചേർത്ത് വയ്ക്കാം. അടുത്തതും ഇതുപോലെ വെച്ചിട്ട് ഇങ്ങനെ പരത്തി കൊടുക്കുന്നുണ്ട്. ഫില്ലിങ് ചേർത്ത് കൊടുക്കാം. മടക്കി കൊടുക്കാം. ഇങ്ങനെ നമുക്ക് എല്ലാം ചെയ്തെടുക്കാം കേട്ടോ. ഇതുപോലെ ഞാൻ എല്ലാം ഇലയിലേക്ക് പരത്തി ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ആവിയിൽ വേവിച്ചെടുക്കണം. അതിനായി ഇതുപോലൊരു പാത്രത്തിൽ അടുപ്പത്ത് വെള്ളം വയ്ക്കുക.
എന്നിട്ട് അതിലേക്ക് ഇങ്ങനൊരു പാത്രം വെച്ച് കൊടുക്കാം. സ്റ്റീം കയറാൻ വേണ്ടിയിട്ടുള്ള ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇഡ്ഡലി പാത്രത്തിലും നമുക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. ഇഡ്ഡലി തട്ട് വെച്ചിട്ടും വെച്ച് കൊടുക്കാം. ഇതുപോലൊരു നമ്മുടെ അട വെക്കുന്ന ഈ തട്ട് പോലെ ഇതില്ലെങ്കിലും ഇഡ്ഡലി തട്ടിലും നമുക്ക് വെച്ച് കൊടുക്കാം. വെച്ച് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഓരോന്നായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഒരു 20 മിനിറ്റ് വേണ്ടി വരും കേട്ടോ. നമുക്കിതൊരു 20 മിനിറ്റ് എല്ലാം വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് മൂടി വയ്ക്കാം. ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്ന് നോക്കാം കേട്ടോ. ഞാനിവിടെ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇലയോടെ തന്നെ വയ്ക്കുമ്പോഴും അതിൻ്റെ ഒരു ടേസ്റ്റ് ഞാൻ ഇലയിൽ നിന്ന് മാറ്റിയിട്ട് കാണിച്ചു തരാം കേട്ടോ. ഇതാ നമ്മുടെ തിന്നായിട്ടുള്ള വിഷു അട റെഡി ആയിട്ടുണ്ട്. ഇലയട റെഡി ആയിട്ടുണ്ട് കേട്ടോ. കണ്ടോ, നല്ല തിന്നായിട്ടുള്ള സോഫ്റ്റായിട്ടുള്ള ഇലയട, നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ വിഷു അട. ഇതാ ഞാനിവിടെ മുറിച്ചെടുത്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, ഇതിൻ്റെ ഫില്ലിംഗ് ഒക്കെ നല്ല സോഫ്റ്റാണ് കേട്ടോ. കണ്ടോ, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. താങ്ക് യു.